ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഈ നട്ടിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ഇടാൻ. കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിരുന്നു. മക്കാഡമിയ നട്ട്സ് എന്നാണ് പേര്. അപ്പൊ അത് പറഞ്ഞു തന്നവർക്കൊക്കെ കുറെ താങ്ക് യു. സോ ഇന്ന് നമ്മള് ഇതല്ല, വേറൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് കാണിച്ചു തരാം. എനിക്ക് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്താണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന്. അതിന് മുന്നേ ഞാൻ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോഴേ നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ തുടങ്ങി. എങ്കിൽ മാത്രമേ നമുക്ക് വൈകിട്ട് എഡിറ്റ് ചെയ്തിട്ട് രാത്രി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മമ്മി എന്തോ ഒരു പ്രിപ്പറേഷനിലാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ. വേസ്റ്റ് കൊണ്ട് കളയേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മുടെ ഷോക്കേസ് വയ്ക്കാവുന്ന അടിപൊളി ടൈപ്പുകൾ ഉണ്ടാക്കുക കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെല്ലുമോളുടെ ഇപ്പൊ പരുവാകാത്ത വളകളാണ്. കരിവള. ഡെല്ലൂസിന്റെ വളയാണോ? അവളുടെ 3 ഇപ്പോഴത്തെ അളവിലുള്ള 3 വള ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് തികയാതെ വന്നപ്പോ. ബാക്കി ഇതെല്ലാം കുഞ്ഞുനാളിലെ വളയാ. ഇപ്പൊ വളവല്ല, ഇതെല്ലാം അല്ലാതെ കിടക്കുമായിരുന്നു, അങ്ങനെ എടുത്തതാ. ഓക്കെ. പിന്നെ ഇതിന്റെ കൂടെ എന്റെ പഴയ കണ്ണാടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് എന്താവുമെന്ന് നമുക്ക് പിന്നീട് കാണിക്കാം. ഓക്കെ. അപ്പം ഡെല്ലൂസിന്റെ പഴയ വളകള്, എന്റെ കണ്ണാടി, കാല് പോയ കണ്ണാടി, അത് കാലും കാണിക്കാം. അപ്പൊ കണ്ണാടിയും വെറുതെ വിട്ടില്ല. ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ വൈകുന്നേരം കാണിക്കാം. ഓക്കെ. വേസ്റ്റ് സാധനങ്ങളാണ്. ഈ കവറ് എന്ന് പറഞ്ഞാല് ലോണ്ടറി കൊണ്ടുവരുന്ന കവറാണിത്. പിന്നെ ബാക്കിൽ നമ്മുടെ പേപ്പർ പ്ലേറ്റ്, ഫ്രൂട്ട്സ് വാങ്ങിച്ച പ്ലേറ്റ്. ആ പേപ്പർ പ്ലേറ്റിനെ ഈ കവർ വെച്ച് ഞാൻ കവർ ചെയ്തു. ബാക്കിൽ ഒരു കെട്ട് കെട്ടി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു വളകളെയും കവർ വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. പിടികിട്ടി. പക്ഷെ ഈ കണ്ണാടി എന്തോ താഴെ വന്നിരിക്കുന്നത്? കണ്ണാടി അത് ലാസ്റ്റ് കാണിക്കാം എന്താണ്. കണ്ണാടിയും കളയാൻ തോന്നിയില്ല. ഇത്രയും ദിവസം 2 വർഷം കൊണ്ട് എന്റെ കൂടെ നടന്ന കണ്ണാടിയാ. അതും എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് എടുത്തു വെച്ച. ഗുഡ് ഗേൾ അല്ലേ? അതുകൊണ്ട് അവിടെ ഇരുന്നോ. നമുക്ക് ബാക്കി ചെയ്യാം. മക്കളിയാ അവള്. അപ്പൊ ഇതൊക്കെയാണ് ഐറ്റംസ്. ഈ മാലയൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു ചെയ്യാൻ പോകുന്നത്. ഒന്നും കാശ് കൊടുത്ത് മേടിച്ചില്ല. ഇതിൽ നിന്ന് ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോ നമുക്ക് നല്ല ഡയമണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കേട്ടോ, ഈ മാലയൊക്കെ ഇങ്ങനെ ഒന്നും നമ്മള് വേസ്റ്റ് ആക്കൂല. ഇത് വെച്ച് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് ഡെല്ലൂസിന്റെ ഫ്രണ്ട് ലവ്ലി ബേബി. ലവ്ലി ബേബിയുടെ കൂടെ കളിച്ചിരുന്നു. നമുക്ക് അപ്പോഴത്തേക്കും ഒക്കെ സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ കണ്ണാടിയുടെ ന്യൂ ലുക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മമ്മിയുടെ പൊട്ടിപ്പോയ കണ്ണാടി. ഈ ക്യൂടെക്സ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇങ്ങനെയാക്കി. ഇതിനി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കണം. ഹായ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ചെയ്തതല്ലേ? അതെ. ഇടയ്ക്ക് ഇവിടെ കുറച്ചൊന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയ ടൈമില് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി. യെസ്. കണ്ണിലോട്ടൊന്ന് വെച്ച് കാണിച്ചോ. എന്റെ കണ്ണാടി 2 വർഷം എന്റെ കൂടി നടന്ന എന്റെ കണ്ണാടിയായിരുന്നു. അത് പന്നലായി പോയി കേട്ടോ. എന്നിട്ട് എനിക്കത് കളയാൻ തോന്നിയില്ല. അതിനെ ഞാൻ വേറൊരു ലുക്ക് ആക്കി എടുത്ത്. ഓക്കെ, വെരി നൈസ് ലുക്ക്. ഇതുപോലെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വേസ്റ്റ് കൊണ്ട് കളയാതെ സൂക്ഷിക്കാം.
ഇനി അടുത്ത് എന്റെ കൊട ഒടിഞ്ഞു പോയിട്ടുണ്ട്. സോ ഞാൻ ആ കൊട കൊണ്ട് മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുണിയൊക്കെ ഇങ്ങെടുത്തു. കമ്പി മാറ്റി കൊട നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് നമ്മള് ഇനി ചെയ്യാൻ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡെല്ലൂന് പരുവാവാത്ത കുറച്ച് വളകളുണ്ട്. ഉണ്ടോ? കുറേ വളകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ആ വള ഇതേപോലെ ആക്കും. ഗുഡ് ഐഡിയ. ഓക്കെ, കുറച്ച് വളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിന്റെ മാലയിൽ നിന്ന് കുറച്ച് കല്ലുകളും കിട്ടിയിട്ടുണ്ട്, പഴയ മാലയിൽ നിന്ന്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാനൊരു ഫൈനൽ ലുക്കുമായിട്ട് വരാം. ആ വള എന്റെ കൊടയുടെ തുണി വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വളകളിലൊക്കെ നമ്മൾ ഇത് ചുറ്റി ഇപ്പോഴത്തേ ഇതിൻ്റെ ഷേപ്പ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡ്, ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. സോ ആ സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. യെസ്, ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഓക്കെ, ഇത് നല്ല അടിപൊളി ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കാണിക്കാം അല്ലേ, എങ്കിലേ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ കറക്റ്റ് ലുക്ക് വേണമെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണം. ഇവിടെ ഇടാം. ഇതൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ഡെക്കോറായി മാറിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇതിന്റെ കൊടയുടെ ബോർഡർ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് ആ പിങ്ക് കളർ, ഇത് അതിന്റെ ആ സൈഡിലിരുന്ന ബോർഡർ, ഇത് മാലയുടെ കല്ല്. സൂപ്പർ. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത പുതിയ പുതിയ വർക്കുകളുമായിട്ട് നമ്മൾ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.